മധുപൂജ ഗാർഡനിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മൊക്കാറോ ഓർക്കിഡ് ചെടിച്ചട്ടിയിൽ എങ്ങനെ പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. മദർ പ്ലാന്റിൽ നിന്ന് മുറിച്ചെടുത്ത ചെടിയുടെ മുകളിലെ തലപ്പ് മുറിച്ചെടുക്കുമ്പോൾ 3-4 ഏരിയ റൂട്ട്സെങ്കിലും വേണം. മുറിച്ചെടുത്ത ഭാഗത്ത് പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് സാഫ് പോലുള്ള ഏതെങ്കിലും ഫംഗിസൈഡോ മഞ്ഞൾപ്പൊടിയോ തേച്ച് വയ്ക്കാം. ഇങ്ങനെ മുറിച്ചെടുത്ത ചെടിയുടെ തലപ്പ് ഭാഗം നമുക്ക് ഒരു ദിവസം തണലത്ത് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന മാധ്യമം കരിയാണ്. കരി ഉപയോഗിക്കുന്നത് കൊണ്ട് ഏറെ ഗുണങ്ങളാണ്. ചെടിക്ക് രോഗങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നു, വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ സഹായിക്കുന്നു, രോഗങ്ങളെയും കീടങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാൻ കരിക്ക് കഴിവുണ്ട്. ഇനി നല്ല വലിപ്പമുള്ള ഒരു ചെടിച്ചട്ടിയിൽ ഇതുപോലെ ഒരു തടി കഷ്ണം കെട്ടി നല്ല ബലത്തിൽ ഉറപ്പിച്ച് നിർത്താം. ഇനി ചട്ടിയുടെ ഹോള് നോക്കുമ്പോൾ നമ്മുടെ ഹോള് ചെറിയ ഹോളാണെങ്കിൽ അല്പം വലുപ്പം ഇട്ട് കൊടുക്കാം. ചെടിച്ചട്ടിയുടെ അടിയിൽ വീണ്ടും ഒരു ഹോള് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണമെന്നില്ല, അങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് പോട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി വലിയ കരിക്കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതായത് ചെടിച്ചട്ടിയുടെ ഹോള് മുകൾ വശം വരെ നമ്മൾ വലിയ കരിക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു PVC പൈപ്പ് വയ്ക്കാം. മൊക്കാറോ ഓർക്കിഡ് മുകളിലേക്ക് വളരുന്നതിനാൽ ഒരു സപ്പോർട്ട് വേണം. അതിന് നമ്മൾ PVC പൈപ്പോ ഒരു കട്ടിയുള്ള കമ്പായാലും മതി. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കെട്ടി ഉറപ്പിക്കാം. ഇനി നമുക്ക് കരിയുടെ മുകളിലേക്ക് നമുക്ക് ഈ ചെടി വച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരേപോലുള്ള 2 മൊക്കാറോ ഓർക്കിഡാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ച് നടുമ്പോൾ നമുക്ക് വീട്ടിലെന്നും ഓർക്കിഡ് പൂക്കൾ ഉണ്ടാകും. ഒരു ചെടി പൂത്ത് കഴിയുമ്പോൾ അടുത്ത ചെടിയിൽ പൂവുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ചെടിയിലും പൂത്തൊന്നും വരാം. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഓർക്കിഡ് പൂക്കൾ ഉണ്ടാകും. ഇങ്ങനെ നടുന്നതായിരിക്കും ഏറ്റവും നല്ല രീതി. ഇനി ഈ ചെടിയെ നമ്മൾ ഒന്ന് കെട്ടി ഉറപ്പിച്ച് നിർത്തണം. ആ PVC പൈപ്പുമായിട്ട് കെട്ടി ഉറപ്പിച്ച് നിർത്തണം. കെട്ടി ഉറപ്പിച്ച് നിർത്തിയിട്ട് കരി ഇട്ട് കൊടുക്കാം. ഏരിയ റോഡ്സിന്റെ മുകൾ ഭാഗത്ത് കരി ഇട്ട് കൊടുക്കണ്ട, അത് ഉയർന്ന് തന്നെ നിർത്തിയിരിക്കുക. ചെടിയുടെ ചുവട് ഭാഗം ഇത് മാത്രം കരി ഇട്ട് കൊടുക്കാം. കരി ഇടുന്നത് കൊണ്ട് ചട്ടിയിൽ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് വാർന്നു പോകാനും
വായു സഞ്ചാരം നന്നായി നടക്കുന്നതിനും സഹായിക്കും. മക്കാറ ചെടിക്ക് നന്നായിട്ട് വായു സഞ്ചാരം വേണം. ഇത് ഞാൻ സാഫിൽ കഴുകിയെടുത്ത കരിയാണ്. 3-4 മണിക്കൂർ സാഫ് കലർത്തിയ വെള്ളത്തിൽ മുക്കിയിട്ട് അത് വാരി വെള്ളം തോർത്തി എടുത്തതാണ്. അങ്ങനെയുള്ള കരി ഉപയോഗിക്കുമ്പോൾ ഇതിൽ ജലത്തിൻ്റെ അളവ് കൂടുതലാണ്. ജലം പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കും. ഇങ്ങനെയുള്ള കരി ഉപയോഗിച്ച് നടുന്നതുകൊണ്ട് നമുക്ക് 2-3 ദിവസത്തേക്ക് വെള്ളം കൊടുക്കുകയും വേണ്ട. ചെടി ചീഞ്ഞു പോകാതെ ഇരിക്കും. ഏരിയ റൂട്ട്സ് മൂടിപ്പോകാതെ കുറച്ച് കരി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ചെടി അനങ്ങാതെ നിൽക്കാൻ നമ്മൾ PVC പൈപ്പിലാണ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ചെടി നട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്താൽ മതി. അതുവരെയുള്ള വെള്ളം നമ്മുടെ ഈ നനഞ്ഞ കരിയിൽ നിന്നും കിട്ടിക്കോളും. ചെടിയിൽ നിന്നും പുതിയ വേരോ പുതിയ ഇലയോ വന്നതിന് ശേഷം മാത്രം നമുക്ക് വളം കൊടുത്താൽ മതി. അതുവരെ നമുക്ക് രാവിലെ ഒരു നേരം തളിച്ചു കൊടുക്കാം. ഇങ്ങനെ നട്ടതിന് ശേഷം തണലത്ത് ഒരാഴ്ച വയ്ക്കുക. പുതിയ വേരുകൾ വന്നു തുടങ്ങുമ്പോൾ മാത്രം വേരുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. മൊക്കാറ ഓർക്കിഡിന് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ചെടി നന്നായി പൂക്കുകയുള്ളൂ. ഒപ്പം വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക, വളം കൃത്യമായി നൽകുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നന്നായി പൂക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും ഇതുപോലെ മൊക്കാറ ഓർക്കിഡ് പോട്ട് ചെയ്യുക. താങ്ക് യു.